ദില്ലി നിയമസഭയിൽ നാടകീയ രംഗങ്ങൾ. ലഫ്റ്റനന്റ് ഗവർണറുടെ നയപ്രഖ്യാപനത്തിനിടെ ബഹളം വെച്ചതിനെ പ്രതിപക്ഷ നേതാവ് അതിഷി ഉൾപ്പെടെ AAP MLA-മാരെ മാർഷൽമാരെ വിളിച്ച് സഭയിൽ നിന്ന് പുറത്താക്കി. മദ്യനയ അഴിമതിയടക്കം 14 CAG റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രി രേഖ ഗുപ്ത സഭയുടെ മേശപ്പുറത്ത് വെച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് BR അംബേദ്കറിന്റെയും ഭഗത് സിംഗിന്റെയും ചിത്രങ്ങൾ BJP മാറ്റിയെന്നാരോപിച്ചാണ് AAP സഭയിൽ പ്രതിഷേധിച്ചത്. ലഫ്റ്റനന്റ് ഗവർണറുടെ നയപ്രഖ്യാപനത്തിനിടയിലും അതിഷി, ഗോപാൽ റായ ഉൾപ്പെടെയുള്ള നേതാക്കൾ ബഹളം തുടർന്ന് മാർഷൽമാരെ വിളിച്ച് ഇവരെ സഭയിൽ നിന്ന് സ്പീക്കർ വിജേന്ദ്ര ഗുപ്ത പുറത്താക്കി. നയപ്രഖ്യാപന പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിച്ച അതിഷി ഉൾപ്പെടെ 12 MLA-മാരെ സഭയിൽ നിന്ന് ഒരു ദിവസത്തേക്ക് സ്പീക്കർ സസ്പെൻഡ് ചെയ്തു. AAP സർക്കാരിന്റെ കാലത്തെ അഴിമതി അന്വേഷിക്കണമെന്ന് ലഫ്റ്റനന്റ് ഗവർണർ പ്രഖ്യാപിച്ചു. പുറത്താക്കിയ MLA-മാർ നിയമസഭയ്ക്ക് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. മോദിയാണോ അംബേദ്കറാണോ വലുതെന്ന് BJP മറുപടി പറയണമെന്ന് അതിഷി ആവശ്യപ്പെട്ടു. എന്നാൽ മുഖ്യമന്ത്രിയുടെ കസാരയ്ക്ക് പിന്നിൽ രാഷ്ട്രപതി, ഗാന്ധിജി, പ്രധാനമന്ത്രി എന്നിവരുടെ ചിത്രം വെച്ച ശേഷം BR അംബേദ്കറുടെയും ഭഗത് സിംഗിന്റെയും ചിത്രങ്ങൾ ഇരുവശത്തേക്ക് ചുമരുകളിലേക്ക് മാറ്റുക മാത്രമാണ് ചെയ്തതെന്നാണ് സർക്കാർ വ്യക്തമാക്കിയത്. ഇതിനിടെ മദ്യനയം ഉൾപ്പെടെ അരവിന്ദ് കെജ്രിവാളിന്റെ കാലത്ത് മറച്ചുവെച്ച 15 CAG റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രി രേഖ ഗുപ്ത സഭയുടെ മേശപ്പുറത്ത് വെച്ചു. 2000 കോടി രൂപയുടെ നഷ്ടം മദ്യനയം വഴി ഖജനാവിനുണ്ടായി എന്നാണ് CAG റിപ്പോർട്ടിൽ പറയുന്നത്.